ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശാൽ പാർവതി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് പാർവതി വരുന്നത്. അപ്പോൾ വിശാൽ പാർവതിയോട് പറയും, ആ വീഡിയോ നഷ്ടമായത് വല്ലാത്ത സങ്കടമായിപ്പോയി. അതുണ്ടായിരുന്നെങ്കിൽ അമ്മയെ എപ്പോഴും കാണാമായിരുന്നല്ലോ, അമ്മയുടെ ശബ്ദം കേൾക്കാമായിരുന്നല്ലോ. ഭാഗ്യമില്ല, എനിക്കതിനൊന്നുമുള്ള ഭാഗ്യമില്ല. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്ക് ജന്മം നൽകിയത് കൊണ്ടായിരിക്കും അമ്മയെ ദൈവം പെട്ടെന്ന് വിളിച്ചതെന്ന്. അപ്പോൾ പാർവതി ചോദിക്കും, സാർ എന്തൊക്കെയായി പറയുന്നത്? അപ്പോൾ വിശാൽ പറയും, തനിക്ക് അമ്മയെ എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ആ വീഡിയോയിൽ പോലും അമ്മയെ താൻ കണ്ടു. പക്ഷെ ഞാനോ, എനിക്ക് വിധിയില്ല. ഞാനിനി ഒരിക്കലും ഒരു തരത്തിലും അമ്മയെ കാണരുതെന്നായിരിക്കും ദൈവത്തിന്റെ നിശ്ചയം. അപ്പോൾ പാർവതി പറയും, അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെയൊന്നും ഒരു ഈശ്വരനും ചിന്തിക്കില്ല. സാറിനെ അമ്മ വന്ന് കാണും. അത് ദൈവം എനിക്ക് തന്ന വാക്കാണ്. അമ്മ അത് നിറവേറ്റും. സാറ് കാത്തിരുന്നോ, ഒരു ദിവസം അമ്മ വരും. ചിന്തിച്ച് കാടുകയറി സാർ മനസ്സ് വിഷമിപ്പിക്കരുത്. സാറിന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരം കിട്ടും. ദേവമ്മയുടെ കൊലപാതകയെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ആ വിശ്വാസം സാർ മനസ്സിൽ ഉറപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത്. അപ്പോഴാണ് പ്രഭാവതിയും പ്രതാപനും കൂടെ അവരുടെ റൂമിലേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് പ്രഭാവതി വിശാലിനോട് പറയും, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അപ്പൊ പ്രഭാവതി പറയും, നല്ല കാര്യം മോനെ. ഈ പ്രതാപൻ മോന്റെ അമ്മയുടെ പേരിൽ, ഗായത്രി ദേവിയുടെ പേരിൽ ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികൾ. പാവപ്പെട്ടവരെയും അനാഥരെയും അബലകളായ സ്ത്രീകളെയും ആരാരുമില്ലാത്ത കുഞ്ഞുങ്ങളെയും ഒക്കെ സഹായിക്കുന്നതാണ് പ്രതാപന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ വിശാൽ പറയും, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ പ്രഭാവതി പറയും, വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുതെന്നാണല്ലോ, അതുകൊണ്ടാണ് ഇവൻ ആരെയും ഒന്നും അറിയിക്കാത്തത്. അപ്പൊ വിശാൽ പറയും, എന്നാലും എന്നെ അറിയിക്കായിരുന്നു. എൻ്റെ അമ്മയുടെ പേരിൽ നടത്തുന്ന കാരുണ്യ പ്രവർത്തികളല്ലേ, അതെന്നെ അറിയിച്ചപ്പോൾ എന്താ കുഴപ്പം? അപ്പൊ പ്രഭാവതി പറയും, എന്നാ നിന്നിപ്പോ അറിയിച്ചിരിക്കുന്നു, ഇപ്പൊ നിന്റെ പരാതി തീർന്നില്ലേ? അപ്പൊ വിശാൽ പറയും, എനിക്ക് പരാതിയൊന്നുമില്ല. അങ്കിൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ പ്രഭാവതി പറയും, ഇപ്പൊ ഈ നന്ദി മാത്രം പോരാ, ഇവനിപ്പോ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ വിശാൽ ചോദിക്കും, എന്ത് കുരുക്ക്? അപ്പൊ പ്രഭാവതി പറയും, ഒരു അനാഥാലയത്തിന് മോന്റെ അമ്മയുടെ പേരിൽ 30 ലക്ഷം കൊടുക്കാമെന്ന് ഇവൻ ഏറ്റു. 30 ലക്ഷം രൂപ ചില്ലറ തുകയാണോ? അതെടുത്ത് കൊടുക്കാനുള്ള വരുമാനം ഇവന് എവിടെ നിന്നാണ്? ഞാനത് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറയാണ്, വിശാലിനോട് വാങ്ങിക്കൊടുക്കാമെന്ന ഉറപ്പിലാണ് ഇവൻ അവർക്ക് വാക്കു കൊടുത്തതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇവനോട് ചൂടായി. നിന്നോട് ചോദിക്കാതെയാണോ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ വിശാൽ പറയും, അതൊന്നും സാരില്ലമ്മേ. അമ്മ വെറുതെ അങ്കിളിനെ വഴക്ക് പറയണ്ട. എൻ്റെ അമ്മയുടെ പേരിൽ ചെയ്യുന്ന ഡൊണേഷൻ അല്ലേ, ആ 30 ലക്ഷം രൂപ ഞാൻ കൊടുത്തോളാം. ഇത് നേരത്തെ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് എഴുതാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി വിശാലിനോട് പറയും, സാർ അമ്മയുടെ പേരിൽ സൽക്കർമ്മം ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഈ തുക നമുക്ക് കൊടുക്കാം, പക്ഷേ അത് ഇന്ന് വേണ്ട. ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും, അതെന്താ ഈ തുക ഇന്ന് കൊടുക്കണ്ട എന്ന് പാർവതി പറഞ്ഞത്? അപ്പോൾ പാർവതി പറയും, അടുത്ത മാസം അമ്മയുടെ പിറന്നാൾ വരെയല്ലേ, അന്ന് നമുക്ക് പ്രതാപൻ അങ്കിൾ പറഞ്ഞ അനാഥാലയത്തിൽ ചെന്ന് പണം നേരിട്ട് കൊടുത്താൽ അത് നന്നായിരിക്കില്ലേ? മാത്രമല്ല പ്രഭാവതി അമ്മയുടെ കൈകൊണ്ട് ദേവമ്മയുടെ സ്മരണയ്ക്ക് അവിടുത്തെ കുട്ടികൾക്ക് അന്നദാനവും നൽകാം. അതല്ലേ നല്ലതമ്മേ? അപ്പോൾ വിശാൽ പറയും, അത് തന്നെയാ നല്ലത്. അമ്മയുടെ പിറന്നാൾ നമുക്ക് അങ്ങനെ ഗംഭീരമാക്കാം. ഓർഫനേജിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അവർ വെയിറ്റ് ചെയ്തോളും. അത് പോരെ അമ്മേ? അപ്പോൾ പ്രഭാവതി പറയും, അത് മതി. എന്നിട്ട് പ്രതാപനോട് പറയും, ഗായത്രിയുടെ പിറന്നാളിൻ്റെ അന്ന് നമുക്ക് പണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയും പ്രതാപനും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വിശാലെ പാർവതിക്ക് നെറ്റിയിലൊരു ചുംബനം കൊടുത്ത് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പാർവതി മനസ്സിൽ പറയും, പ്രഭാവതി അമ്മയും പ്രതാപൻ സാറും കൂടെ വിശാൽ സാറിനെ പറ്റിക്കാൻ നോക്കുന്നു. ഇനി അത് നടക്കില്ല. വിശാൽ സാറിനെ വഞ്ചിക്കാൻ ഞാൻ ഇനി ആരെയും അനുവദിക്കില്ല. പിന്നെ കാണിക്കുന്നത് പ്രഭാവതി പാർവതിയോട് വന്നിട്ട് പറയും, നീ ഇവിടെ ഈ വീട് വൃത്തിയാക്കുന്നതും തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും കഞ്ഞി വെക്കുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൽ കൂടുതലായിട്ട് ഈ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ നീ എന്തിനാ ഇടപെടുന്നത്? അതിൽ നിനക്ക് എന്ത് അർഹതയുള്ളത്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ദരിദ്രവാസിയാണ് നീ. അന്നും ഇന്നും എന്നും നീ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള നിന്നോട്, വെറും പിച്ചക്കാരിയായ നിന്നോട് പണത്തിനു വേണ്ടി ഞങ്ങൾക്കുള്ള ചെലവ് കാശിന് വേണ്ടി ഞങ്ങൾ നിന്നോട് കെഞ്ചണോ? ചോദിച്ചിന് മറുപടി പറയടി. ഈ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരാണ്? അപ്പോൾ പാർവതി പറയും, ഞാൻ വിശാൽ സാറിൻ്റെ ഭാര്യയാണ്. ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾക്ക് പണം തരുന്നതിൽ നിന്ന് വിശാൽ സാറിനെ ഞാൻ മനഃപൂർവ്വം തടഞ്ഞതാണ്. അത് സാറിന് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ പ്രഭാവതി ചോദിക്കും, നീ എന്തിനാ അത് തടഞ്ഞത്? അപ്പോൾ പാർവതി പറയും, ആ പണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചിലവാക്കുന്നതെങ്കിൽ ഞാൻ അത് തടയില്ലായിരുന്നു. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ശരിയായിരുന്നില്ല. നിങ്ങൾ വിശാൽ സാറിനെ പറ്റിക്കാനാണ് ശ്രമിച്ചത്. സാറത് തിരിച്ചറിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം, ഞാൻ കൂടെയുള്ളപ്പോൾ
വിശാൽ സാറിനെ ആർക്കും പറ്റിക്കാനാവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അത് പ്രഭാവതിയമ്മ ആയാലും എൻ്റെ ആ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. ഇത് കേട്ടതും നീ എന്നോട് ധിക്കാരം പറയുന്നോടി എന്ന് ചോദിച്ചിട്ട് പ്രഭാവതി പാർവതി തല്ലാൻ കയ്യോങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ പാർവതി ആ കൈ പിടിച്ച് തടയാണ്. അത് കണ്ടുകൊണ്ടാണ് വിശാൽ അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ വിശാൽ ചോദിക്കും, എന്താ പാർവതി ഇവിടെ, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോൾ പാർവതി പറയും, അമ്മയ്ക്ക് കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞു, ഞാനൊന്ന് തിരുമ്മിക്കൊടുത്തതാ സാറേ. അപ്പോൾ പ്രഭാവതി പറയും, രണ്ട് ദിവസമായിട്ട് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു, അതുകൊണ്ട് പാർവതിയെ കൊണ്ടൊന്ന് തടവിപ്പിക്കാം എന്ന് കരുതി. ഇപ്പോൾ നല്ല കുറവുണ്ട്, ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോൾ വിശാൽ പറയും, ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും കൂടി അടി കൂടുകയാണെന്ന്. അപ്പോൾ പാർവതി പറയും, സാർ എന്തിനാ അങ്ങനെ കരുതിയത്? പ്രഭാവതി അമ്മ എന്നെ സ്വന്തം മോളെ പോലെയല്ലേ കരുതുന്നത്, അപ്പോൾ അമ്മയും മോളും തമ്മിൽ അടി കൂടുമോ? അപ്പോൾ പ്രഭാവതി പറയും, ഇവളെ എനിക്ക് മോളെ പോലെയാണ്, ഇവളെ ഞാൻ തല്ലുമോ? നീ ഞങ്ങളെക്കുറിച്ച് വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്. അപ്പോൾ വിശാൽ പറയും, സോറി, ഞാനൊരു തമാശയ്ക്ക് ചോദിച്ചാണ്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണം. നീ അമ്മയുടെ കൈ ശരിക്കൊന്ന് തിരുമ്മി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി പാർവതിയോട് ചോദിക്കും, എന്താ നിന്റെ ഉദ്ദേശം? അപ്പോൾ പാർവതി പറയും, ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ കുടുംബത്തിൻ്റെയും വിശാൽ സാറിൻ്റെയും സംരക്ഷണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ കുടുംബത്തിൻ്റെ മരുമകളായി വന്നിരിക്കുന്നത്. അത് ഉദയനൂരമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം, എൻ്റെ കർത്തവ്യം. ഇനി ഒരു ചതിയോ രക്തച്ചൊരിച്ചിലോ ഈ വീട്ടിലുണ്ടാവില്ല. അതിനാരെങ്കിലും മുതിർന്നാൽ അവർ അനുഭവിക്കും, അവരെ അനുഭവിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി വിശാൽ പാർവതിയോട് ചോദിക്കും, ഒരു മനുഷ്യൻ ദൈവമായി ഉയരുന്നത് എപ്പോഴാണ് പാർവതി? അപ്പോൾ പാർവതി പറയും, നിസ്വാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവത്തിന് തുല്യം ഉയരുന്നത്. സാറെന്താ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ കാരണം? അപ്പോൾ വിശാൽ പറയും, പാർവതി പറഞ്ഞ ഉത്തരം ശരിയാണ്. നമ്മുടെ പ്രഭാവതി അമ്മ ദൈവത്തെ പോലെയല്ലേ? ആണ്. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ പ്രഭാവതി അമ്മ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാം എൻ്റെ അമ്മയുടെ ശാന്തിക്ക് വേണ്ടിയല്ലേ? അപ്പോൾ പാർവതി വിചാരിക്കും, പാവം വിശാൽ സാർ ഇത്രയ്ക്ക് ശുദ്ധഗതിക്കാരനായി പോയല്ലോ. കാളകൂടം വിഷം നിറച്ചു നടക്കുന്ന പ്രഭാവതി അമ്മയാണല്ലോ സാർ വിശ്വസിക്കുന്നത്. കപട സ്നേഹവും വിശ്വാസവും കൊണ്ട് പ്രഭാവതി അമ്മ വിശാൽ സാറിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ആ മുഖപടം അഴിച്ചു മാറ്റി സാറിന് എങ്ങനെ നേർവഴി കാണിച്ചു കൊടുക്കും? സത്യം എങ്ങനെ സാറിനെ ബോധ്യപ്പെടുത്തും? എന്നിട്ട് ആ വീഡിയോയെക്കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, സ്വന്തം അമ്മയുടെ ജീവൻ എടുത്തവരെയാണ് സാർ ദൈവത്തിന് തുല്യം കാണുന്നത്. നിങ്ങൾ ദൈവമായി കാണുന്ന പ്രഭാവതി അമ്മ ദൈവമല്ല, അവർ പിശാചാണ്. സാറിൻ്റെ അമ്മയുടെ ജീവൻ എടുത്ത രാക്ഷസ ജന്മം. ഇവിടുത്തെ സ്വത്തുക്കളാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി സാറിനെ കൊല്ലാൻ പോലും അവർ മടിക്കില്ല. സാറിനെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ സാറിനെ രക്ഷിച്ചിരിക്കും. കുറച്ച് വൈകിയാലും ശരി, ഞാൻ എല്ലാ സത്യങ്ങളും സാറിന് മുമ്പിൽ തെളിയിക്കും. ഇത് പാർവതിയുടെ വാക്കാണ്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമല്ല, മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.